നമ്മുടെ സംസ്ഥാനത്ത് 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്തവരുണ്ട്, മാരക രോഗം വന്നാൽ അതിനെ അതിജീവിക്കാൻ കെൽപ്പില്ലാത്തവരുണ്ട്, കടക്കണിയിൽ കുടുങ്ങിയ അതിദരിദ്രരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞവരൊക്കെ അതിദരിദ്രരല്ലേ? അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുക? എനിക്ക് അതാണ് മനസ്സിലാക്കാനാവാത്തത്. നമുക്ക് സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള രീതിയിലൂടെയാണ് 64,006 കുടുംബങ്ങൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ഇവിടെ സൂചിപ്പിച്ച നിലയിൽ ഉള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, അതുപോലെ തന്നെ രോഗാതുരമായി കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലല്ല ഞാൻ അതാണ് പറയുന്നത്. 64 ഞാൻ പറയട്ടെ, ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ നടത്തിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ 64,006 കുടുംബങ്ങൾക്കും ഈ പറയുന്ന എല്ലാവിധ കണ്ടെത്തിയെന്നാണ്. കണ്ടെത്താത്ത ആൾ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ തിരുവനന്തപുരത്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് നോക്കുക, പേറുക്കട, അവിടെ ഈ രോഗം ഭേദമായിട്ട് പോലും തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്ത എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ഈ ദാരിദ്ര്യ ബിജെപി പ്രതിനിധിയുടെ തെറ്റായ വാദഗതിയാണ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസുഖം ഭേദമായ മുഴുവൻ ആളുകളെയും വീട്ടുകാർ ഏറ്റെടുത്തില്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വെഞ്ഞാറമൂട് കെയർ ഹോം നിങ്ങൾ വന്ന് നോക്കണം. എത്ര മനോഹരമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്.